ഹലോ അസ്സലാമു അലൈക്കും. ഇന്നാട്ട് നമ്മുടെ ഫസ്റ്റ് നോമ്പ് അൽഹംദുലില്ലാ. ഏതായാലും നാട്ടിലും നമ്മളെ ഒമാനിലൊക്കെ ആയിട്ട് ഇന്നത്തെ വ്യാഴാഴ്ചനായിട്ട് നോമ്പുള്ളത്. അപ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബുധനാഴ്ചയാണ് നോമ്പുണ്ടായത്. എന്താണെന്നറിയില്ല, നമ്മളെ നാടും ഒമാനായിട്ട് ഭയങ്കര ബന്ധമാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ സലാലൊക്കെ ഉള്ളത്. നമ്മളെ നാടായിട്ട് ഭയങ്കര ബന്ധമുള്ള സ്ഥലമല്ലേ സലാലൊക്കെ. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത്. എപ്പോൾ നോക്കിയാലും നമ്മളും നാടും പെരുന്നാളാണെങ്കിലും നോമ്പാണെങ്കിലും എപ്പോഴും ഒരുമിച്ചാട്ടോ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ചെറിയ ക്ഷീണം ഉണ്ടെങ്കിലും സന്തോഷമൊത്ത് തന്നെ കാണാമായിരുന്നു കേട്ടോ മക്കളെയൊക്കെ. അപ്പം വലിയ മോനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 30 ഫുള്ള് അവന് നോറ്റിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മോനും 28 നോമ്പ് ഫുള്ള് അവനും നോറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ, മക്കളെ ഞാൻ നോറ്റി കാണുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആദ്യം വാഷിംഗ് മെഷീനിൽ ഇട്ട് സെറ്റ് ചെയ്തിട്ടോ. ഇതിൻ്റെ ഇടയിൽ മോൾക്ക് ഫുഡ് കൊടുക്കണം. അതിനായിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ചോറാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയുന്നതാണ് ഉള്ളിച്ചോറാട്ടം ഉണ്ടാക്കാറ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അവൾക്ക് ഈ ഉള്ളിച്ചോറ് പറഞ്ഞത്. അവൾക്ക് ഇതിലോട്ട് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും അവൾ അങ്ങനെ വെറുതെ ചോറ് അങ്ങനെ കഴിച്ചോളും. ഇതിലോട്ട് കൂട്ടാനായിട്ട് ഞാൻ കൊടുക്കുന്നത് മുട്ട ചിക്കിയതാട്ടോ. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുട്ട ഇങ്ങനെ വെറുതെ കഴിക്കാനും അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഏതായാലും മുട്ട ഞാൻ ചിക്കിയിട്ടുണ്ട്. ഇനി അവൾക്കൊന്ന് ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടി വി ഇട്ട് എടുത്തിട്ടാണ് ഉള്ളത്. ടി വിയും കണ്ടിട്ട് അങ്ങനെ കഴിച്ചോളും. അങ്ങനെ അവൾ ഞാൻ പത്തിരി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ പലിശയൊക്കെ കൂടി കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറൊരു ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പലിശയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പത്തിരി ഇട്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ അവർ നല്ലത് കഴിച്ചോളും. പിന്നെ ഇതാ ഞാൻ ചിക്കൻ കറി ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അരിഞ്ഞ് വെച്ച സവാള അരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നതാണ്. അപ്പുറത്ത് ഞാൻ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് എന്താ മൺചട്ടിയിൽ കുറച്ച് ഓയിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ 3 സവാള ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാക്കാരം. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞല്ലോ, കരിവേപ്പിൻ്റെയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വലിയൊരു തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതാ ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ആക്കി വെച്ചതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആട്ടോ എനിക്ക്. നമുക്കത് പിന്നെ ഒന്ന് തൊലി കളഞ്ഞ് അത് ചതക്കാനും പിടിച്ചാനും നിൽക്കാനുള്ള ടൈം ആ സമയത്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് അത്രയും ടൈം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഈ പൊടികളും ഒക്കെയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അങ്ങനെ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചിക്കനും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ ചിക്കൻ കറിയുടെ വെന്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ അധികം കുറച്ച് നല്ലതുപോലെ ഞാൻ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ചിക്കൻ കറി വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ പറഞ്ഞിട്ടുള്ള ചിക്കൻ കറി ഇട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊടി ഒന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം അളവെടുക്കാൻ. വെള്ളം ഏറാനും പാടില്ല, കൂടാനും പാടില്ല. ആ രീതിയിൽ വേണം കേട്ടോ വെള്ളം എടുക്കുമ്പോൾ. എപ്പോഴും ശ്രദ്ധിച്ചെടുക്കണം പത്തിരിക്ക് എടുക്കുമ്പോൾ. പിന്നെ ഈ കൗണ്ടർ ടോപ്പൊക്കെ വെച്ച് ഒന്ന് തോത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വെച്ചിട്ടാണ് ഞാൻ കുഴച്ച് നന്നായിട്ട് എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഇളം ചൂടിൽ വേണം നമുക്ക് പത്തിരി ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ പച്ച ചൂടാറി പോകാനും പാടില്ല. ചെറിയ ചൂടിൽ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക.
ഈ പത്തിരിക്കുണ്ടല്ലോ നന്നായിട്ട് കുഴഞ്ഞ് വരണം കേട്ടോ, നല്ല കുഴ വേണം, എന്നെങ്കിൽ പത്തിരി ചുടുമ്പോൾ അത് നല്ല പൊള്ളച്ച് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഴക്കുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കാൻ. ഞാൻ ഈ പത്തിരി പ്രസ് ഉണ്ടല്ലോ, പത്തിരി പ്രസ് കേടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരി പ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റി വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റൂവിലൊക്കെ പോയപ്പോൾ അവിടെ ഒന്നും ഈ പത്തിരി പ്രസ് ശരിയാക്കണ കട ഒറ്റൊന്നും ഇല്ലേനു കേട്ടോ. അങ്ങനെ ഏതായാലും അവർക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല കേട്ടോ. എന്തിനാണ് ഉപയോഗിക്കാറ് ഒന്നും അവർക്ക് അറിയില്ല കേട്ടോ. കുറേ 2-3-4 കടയിൽ ഞങ്ങൾ കയറി ഇറങ്ങി, പക്ഷേ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കവറിൽ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ പ്രസ് ചെയ്തെടുക്കുക വിചാരിച്ചു കേട്ടോ. ആ പത്തിരി പ്രസ് ചെയ്യുന്ന അവിടുത്തെ വൈറ്റ് സംഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ശരിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഒന്നും അന്വേഷിച്ച് കിട്ടിയില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കവർ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബോൾസ്, ആ ഉരുള ഉണ്ടല്ലോ ബോൾസ്, അത് അതിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ പൊടിയിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ നമ്മളെ ഓടക്കുഴൽ എന്നൊക്കെ ഇങ്ങനത്തെ ഇത് കുഴലുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് ചിലവിലൊന്നും പരത്താറില്ല എന്ന് തോന്നുന്നത്, ഞങ്ങളിങ്ങനെ പരത്താറുണ്ട് കേട്ടോ. അപ്പോൾ പരത്തുമ്പോഴാണ് നൈസ് പത്തിരിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ അതങ്ങനെ പരത്തിയെടുക്കുന്നില്ല. അപ്പോൾ പരത്തുമ്പോൾ തന്നെ നല്ല ശ്രദ്ധ വേണം, സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. പൊട്ടിപ്പോന്നിട്ടൊന്നുമില്ല, ചിലതൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്, തൊള്ളിയിലവിടെ കിട്ടതില്ല. അപ്പോൾ നമ്മളിതാ പത്തിരി ചുടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പത്തിരി നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടില്ല, നന്നായിട്ട് പൊളിച്ച് വന്നിട്ട് അപ്പോൾ ഓരോ പത്തിരിയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട്, സമയമായോ അമ്മച്ചിയെ പറഞ്ഞിങ്ങനെ വരും കേട്ടോ അവർ. അപ്പോൾ പറഞ്ഞ കുറച്ച് നേരം കൂടി സമയമുണ്ട്, കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ പറയട്ടോ. ഫസ്റ്റ് നോമ്പല്ല, അപ്പോൾ കുറച്ചൊരു ക്ഷീണം ഉണ്ടാവില്ല മക്കൾക്ക്, എന്നാലും അങ്ങനത്തെ ക്ഷീണം ഇല്ലെങ്കിലും എന്നാലും പിന്നെ ഇങ്ങനെ അടുപ്പിച്ച് നോൽക്കുമ്പോൾ അത് ശീലമായിക്കോളും. അപ്പോൾ ഞാൻ പത്തിരി കണ്ടില്ല, നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനേ ബാക്കി പരത്താൻ വയ്യാത്തതുകൊണ്ട് പിന്നെ അതുകൊണ്ട് പുകട ഉണ്ടാക്കി വെച്ചിട്ടോ ഞാൻ ബാക്കി. പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് പത്തിരി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് പലിച്ചക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരിക, ഞങ്ങളിങ്ങനത്തെ ചെയ്യണ്ട്, ഞങ്ങളത് ചെയ്യട്ടെ, ഞങ്ങളിത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇതൊന്ന് ഇതാക്കിക്കാളേന്ന് പറഞ്ഞു. അപ്പോൾ അവന് വലിയ മോന് ചെയ്തെടുക്കുന്ന കേട്ടോ, അവന് അതൊന്ന് മറിച്ചിടുക. അപ്പോൾ ഞാൻ എണ്ണയിലിട്ട് ആവിയിലൊന്നും നല്ലതായിട്ട് ചെയ്യുന്നത്, അതിൽ തന്നെ ഞാൻ ആ പത്തിരി ചുട്ടീൻ്റെ അതിൽ തന്നെ അങ്ങനെ ചുട്ടെടുക്കുന്ന കേട്ടോ ഞാൻ പുകട ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരിയൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് അവിടെ മേശമ കൊണ്ടുവെക്കുന്ന കേട്ടോ. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ പാർന്നിട്ടാണ് ചിക്കൻ കറി ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ടുള്ള തേങ്ങ ഞാൻ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, തേങ്ങാപ്പാലിനുള്ള. പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ നമ്മൾ കട്ലറ്റ്, ചിക്കൻ റോള്, സമൂസ അതൊക്കെ ഉണ്ടാക്കി വെച്ച ഇതാട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തണുപ്പ് ഇട്ടോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏതായാലും തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തേങ്ങാപ്പാൽ പാർന്ന ചിക്കൻ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇവിടെ മക്കൾക്കും എല്ലാവർക്കും നന്നായിട്ട് കറി വേണം കേട്ടോ പത്തിരിക്ക്. അപ്പോൾ അവർ നന്നായിട്ട് കറിയൊക്കെ പാർന്നിട്ടാണ് പത്തിരി കഴിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ പാർന്നിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തോടുക്കനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി തേങ്ങാപ്പാലിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒന്നും കൂടി തേങ്ങാപ്പാൽ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത് അതിലോട്ട് പാരാനുള്ളൂ. അങ്ങനെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നേരത്തെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തീ. അപ്പോൾ ഞാനിത് ഇനി തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ടല്ലോ അത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ, അല്ലാതെ തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കൻ കറി. അപ്പോൾ ഞാനിതാ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച സ്ഥിതിക്ക് വേണ്ടൊന്ന് കത്തിച്ച് കൊടുത്തിട്ട് ഒരു തള വന്നിട്ട് അപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കട്ട്ലറ്റും സമൂസയും ചിക്കൻ റോളൊക്കെ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച സംഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഇതാ പുറത്തേക്ക് എടുത്ത് വെച്ച് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടേ പണിക്ക് കുറേ സമയം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയിട്ട്, വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇബാദത്തും ഖുർആനായാലും ഒക്കെ ഓതാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടിയിട്ടും അങ്ങനെ ചെയ്ത് മറ്റേ വൈകുന്നേരമായി എന്തോ ഒരു പണിയൊക്കെ നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റുക ഇങ്ങോട്ട് തിരിയാൻ പറ്റുക അത് ഇത് പറഞ്ഞിട്ട് ഏതായാലും ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ഭയങ്കര സമയം നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഞാൻ അതാ ചട്ടിയിലോട്ടുണ്ടല്ലോ ഓയിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ചൂടായി വന്നപ്പം ആദ്യം തന്നെ ഞാൻ ചിക്കൻ റോളൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത്, പിന്നെ രണ്ടാമത് ഞാൻ സമൂസൊക്കെ ഇട്ടാ പൊരിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് കട്ട്ലറ്റാട്ടാ പൊരിച്ചത്. കട്ട്ലറ്റ് എന്തായാലും പൊരിച്ചാൽ ആ കട്ട്ലറ്റിൻ്റെ പൊട്ടും പൊടികളൊക്കെ ആ എണ്ണയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് ലാസ്റ്റൊക്കെ പൊരിക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ മക്കളും വന്നിട്ടുണ്ട് ഹെൽപ്പിനും കാര്യത്തിനൊക്കെ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൊരിയൊക്കെ പൊരിച്ച് കഴിഞ്ഞാട്ടെ പിന്നെ മക്കൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ ഓറഞ്ച് ഇതിൻ്റെ മുന്നേ റമദാൻ ആണിന് മുന്നേ ഇവിടെ ഓറഞ്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഓറഞ്ച് അവർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ജ്യൂസൊന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല കേട്ടോ, റമദാൻ ജ്യൂസ് തന്നെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അവിടെ ഓറഞ്ച് ഉണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. മക്കൾ ഏതായാലും കിച്ചണിൽ നല്ല ഹെൽപ്പിനായിട്ട് ഉണ്ട് കേട്ടോ. റമദാനായ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, റമദാനായ മക്കളായ എല്ലാവരും കിച്ചണിൽ ഹെൽപ്പിനുണ്ടാവും ആ സമയമാകുമ്പോൾ. നോമ്പ് തുറക്കുമ്പോഴത്തേനും എല്ലാതും ആകണ്ടേ. അപ്പോൾ ഏതായാലും മക്കൾക്കുള്ള ജ്യൂസൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഓറഞ്ച് ജ്യൂസൊക്കെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വത്തക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും കാര്യങ്ങളത്തിനും ഉള്ളൂ കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടുണ്ട്, വത്തക്ക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പകുതി വത്തക്ക എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ പകുതി ഞാൻ നാളേക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ എടുക്കണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ചിട്ടായിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൈയും മുറിഞ്ഞു സംഭവം. വേണ്ടാത്ത പണിക്ക് പോയതാണ് ഞാൻ. എന്താ വെച്ചാൽ ആ വത്തക്ക അയിമത്തെ വത്തക്ക എടുത്തിട്ടും ലേശം വത്തക്ക അയിമ അങ്ങനെ നിന്നപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ്. അതിൽ അങ്ങനെ ചെത്തിയപ്പോൾ നേരെ കയ്യുമൊക്കെ പോയത് കേട്ടോ. ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് കൈ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വത്തക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഇതാ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായക്കുള്ള വെള്ളതാ ഇങ്ങനെ ഈ സംഭവം ചെയ്തതാട്ട് ആകെ പയച്ചത്. അതിൽ നേരെ പോയി കയ്യുമൊക്കെ കണ്ടോ, കയ്യുമ മുറിയായി. ലാസ്റ്റ് വേണ്ടാത്ത പണിക്ക് നിന്നതാണ്. ഇനി പറഞ്ഞാൽ വേണ്ടില്ലേനും അത് ചെത്തേണ്ട ആവശ്യമില്ലേനും എനിക്ക്. ഏതായാലും ചെത്തിയോണ്ടല്ല അപ്പോൾ എനിക്ക് കയ്യുമ മുറിയായത്. ഏതായാലും അത് കഴിഞ്ഞ് നേരെ പിന്നെ നാരങ്ങള്ളം ഒക്കെ ഉണ്ടാക്കാൻ ചായക്കൊക്കെ വെള്ളം വെക്കാനൊക്കെ പോയിട്ടോ. അപ്പോൾ നാരങ്ങള്ളം ഏതായാലും ഇവിടെ നിർബന്ധമായിട്ട് നമുക്ക് അത് എന്തായാലും നമുക്ക് നാരങ്ങള്ളം ഏത് ജ്യൂസ് ഉണ്ടാക്കിയാലും നാരങ്ങള്ളം നമുക്കത് ഇവിടെ നിർബന്ധം. അപ്പോൾ അങ്ങനെ ഏതായാലും നാരങ്ങള്ളം ഒക്കെ റെഡിയാക്കി എടുത്തിട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 മിനിറ്റേ ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ ഇതിനെ ഇതാ ഓരോന്നായിട്ട് മേശമ്മലോട്ട് കൊണ്ടുവെക്കുന്നു കേട്ടോ. അപ്പോൾ മക്കളുണ്ട് ഹെൽപ്പിനും ഒക്കെ കേട്ടോ, മേശമ്മ കൊണ്ടുവെക്കാനും കാര്യങ്ങളൊക്കെ മക്കളും വന്നിട്ടുണ്ട് അതിൽ നിന്ന്. അങ്ങനെ ഇതാ വത്തക്കായാലും പൊരികറിയാണെങ്കിലും പത്തിരി